അമേരിക്ക ശരിക്കും ഇറാനെതിരെ ഒരു തിരിച്ചടി, ശക്തമായ രീതിയിലുള്ള തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഏരിയയിലാണ് ഈ ഒരു ആക്രമണങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞ കുഷസ്താൻ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ ശക്തമായ രീതിയിൽ 2 മേഖലകളിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വിഫ്റ്റ് പനിഷ് എന്നുള്ളൊരു ഓപ്പറേഷനാണ് ഇന്നലെ വൈകുന്നേരം നടത്തിയത്. എന്തുകൊണ്ടാണ് സ്വിഫ്റ്റ് പനിഷ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് അമേരിക്ക വെച്ചതെന്ന് പറഞ്ഞാൽ, അമേരിക്കയുടെ 2 സോൾജേഴ്സ് ജോർദാൻ ബേസിൽ കൊല്ലപ്പെട്ടതിന് പ്രതികാരം എന്നുള്ള നിലയിലാണ് ഈ ഒരു പേര് വെച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ നടത്തിയത്. ഇന്നലെ മീൻസ് ശനിയാഴ്ച ടു ഞായറാഴ്ച ആ ഒരു നൈറ്റിൽ, ശരിക്കും ഞായറാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഏർലി മോർണിംഗ് 1:35 AM അവർ ആക്രമണം നടത്തി. 30 ഫൈറ്റർ ജെറ്റുകളാണ് ടാർഗറ്റ് ഫിക്സ് ചെയ്തത്. ഇതിൽ നിരവധി ഏരിയകളിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതായത് സ്ഥലങ്ങളുടെ പേര് ഞാനിവിടെ പറഞ്ഞു പോവാം. പ്രത്യേകിച്ച് ഹോർമോസ്ഗോൺ എന്ന് പറഞ്ഞ ആ ഒരു പ്രൊവിൻസിൽ ശരിക്കും സിറിക് ഐലൻഡ് ആ ഒരു ഏരിയയിൽ തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ലാൻഡ് മാപ്പ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ബന്ദർ അബ്ബാസ്, ഇതും ഹോർമോസ്ഗോൺ പ്രൊവിൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബന്ദർ അബ്ബാസിൽ വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. ബന്ദർ ഇ ലങ്ക എന്ന് പറഞ്ഞിട്ട് ബന്ദർ അബ്ബാസിൽ തന്നെ ബന്ദർ ഇ ലങ്ക എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു പോർട്ടാണ്, ആ ഒരു നേവൽ ബേസുമായിട്ട് ചേർന്ന് കിടക്കുന്ന പോർട്ട്. ആ പോർട്ടിൽ ശക്തമായ രീതിയിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഫുട്ടേജസ് ഒന്നും ഇതുവരെ റിലീസായിട്ടില്ല, പക്ഷേ ആക്രമണം ഉറപ്പിച്ചിട്ടുണ്ട്. സെൻകോം റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹോർമോസ്ഗോൺ പ്രൊവിൻസിൽ തന്നെ ശരിക്കും ഹാജിയാബാദ് എന്ന് പറഞ്ഞൊരു സ്ഥലം, ആ സ്ഥലത്ത് പ്രത്യേകിച്ച് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ കഷം ഐലൻഡിൽ വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. കുഷസ്താൻ പ്രൊവിൻസിൽ മഹ്ജാർ പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ട്, ഈ പോർട്ടിൽ ശരിക്കും എണ്ണ കയറ്റുമതി ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോർട്ട് തന്നെയാണിത്. ശരിക്കും ഈ കുഷസ്താൻ പ്രൊവിൻസിൽ നിന്നും എടുക്കുന്ന എണ്ണ മൊത്തം കാർഗ് ഐലൻഡിലാണ് എത്തിപ്പെടുന്നത്. ഇപ്പോൾ കാർഗ് ഐലൻഡ് ആണെന്നുണ്ടെങ്കിൽ 90% ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇറാൻ്റെ ഉള്ളിലേക്കും കാർഗ് ഐലൻഡിൽ നിന്ന് എണ്ണ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ, ഇറാൻ്റെ ഉള്ളിൽ ഓയിൽ ഷോർട്ടേജ്. അവർ പ്രത്യേകിച്ച് ഹോർമോസ്ഗോൺ പ്രൊവിൻസിൽ നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ നിരനിരയായിട്ട് കിടക്കുകയാണ് ഈ ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫ്യൂവൽ അവൈലബിൾ അല്ല, കാരണം അമേരിക്ക കാർഗ് ഐലൻഡിനെ ടോട്ടലി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതേപോലെ ഷദേഗാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതും കുഷസ്താൻ പ്രൊവിൻസിലാണ്. ഈ കുഷസ്താൻ ഏരിയയെ അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള അറ്റാക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ ഷാർപ്പ് എഡ്ജ് പോയിന്റ് അഥവാ ഒരു സെൻട്രൽ ഏരിയ എന്ന് പറഞ്ഞാൽ കുഷസ്താനാണ്. കുഷസ്താനെ ആക്രമിക്കുമ്പോൾ ഇറാൻ ശക്തമായ രീതിയിൽ പ്രതികരിച്ച് തുടങ്ങും. ഇപ്പോൾ കുഷസ്താനിൽ ഇപ്പം 1 by 1 ഡേയ്സിലാണ് ഇടയ്ക്കിടയ്ക്കാണ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഏരിയയിൽ പ്രത്യേകിച്ച് ഹോർമോസ്ഗോൺ പ്രൊവിൻസിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള അറ്റാക്കുകൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഈ കുഷസ്താൻ പ്രൊവിൻസിൽ ചെന്ന് അടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഏരിയ ഫ്രീ ആവണം. ഏതാണ് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഏരിയ ഫുൾ ഒരു ത്രെറ്റ് ഫ്രീ സോണായിട്ട് മാറണം, അമേരിക്കയുടെ കൺട്രോൾ വരണം. എന്നാൽ മാത്രമേ കുഷസ്താനിൽ അറ്റാക്ക് നടത്താൻ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കുഷസ്താനിൽ പോയി അറ്റാക്ക് നടത്തുമ്പോൾ അതൊരു ട്രാപ്പായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക ഇവിടെ ഈ ഹോർമോസ്ഗോൺ പ്രൊവിൻസ് തന്നെ കൂടുതൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുവൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങൾ കേട്ട് പൊതുജനങ്ങൾ പരിഭ്രാന്തരാവേണ്ടതില്ല, അത് ശരിക്കും പറഞ്ഞാൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ശബ്ദങ്ങളാണ് കേൾക്കുന്നത് എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഗവൺമെൻറ് തന്നെ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇറക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഇറാൻ കുവൈറ്റിലാണ് നടത്തിയിരിക്കുന്നത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇൻഫാക്ട് ജോർദാൻ്റെ ഉള്ളിൽ അമേരിക്കൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 5 പേർക്ക് പരിക്കുണ്ട് കേട്ടോ. 5 പേർക്ക് പരിക്കുണ്ട്. 5 US സോൾജേഴ്സിനെയും അവർ ട്രീറ്റ്മെൻറ്റ് സോണിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇറാൻ 8 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കൊടുത്തത്. 5 പേര് പരിക്കുകളോടെ ചികിത്സയിലും 2 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജോർദാൻ ബേസിലും ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇറാൻ. അതുപോലെ കുഷസ്താൻ പ്രൊവിൻസിൽ ബഹ്ബഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഈ ബഹ്ബഹാൻ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും ഇറാൻ ബോർഡറാണ്. ആ ബോർഡറിൽ ഷാർപ്പായിട്ടുള്ള അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫൂട്ടേജസിനൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മൾ ഫൂട്ടേജസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ആ വരുന്ന ഫൂട്ടേജ് ആക്ച്വൽ തന്നെയാണെന്നുള്ളത് വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം വിലയിരുത്തിയിട്ട് മാത്രമേ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഇൻഫർമേഷൻ നിങ്ങളെടുത്ത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വിക്ക് അപ്ഡേറ്റ് തരുന്നത്. അതുപോലെ ബന്ദർ ഇ ലഹാങ് എന്ന് പറഞ്ഞുള്ളൊരു പോർട്ട്, ആ പോർട്ടിൻ്റെ ലൊക്കേഷൻ മാപ്പ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഹോർമോസ്ഗോൺ പ്രൊവിൻസ് എന്ന് പറയുന്നത്, ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ഇത്രയും ഏരിയകളാണ് ഈ ഹോർമോസ്ഗോൺ പ്രൊവിൻസ് എന്ന് പറയുന്നത്. അതായത് കഷം ഐലൻഡ്, ബന്ദർ അബ്ബാസ്, മിനാബ്, ദഹ്ബറേസ്, ആ ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ ആ ഒരു സ്ട്രേറ്റ് ഏരിയ, അതാണ് ഹോർമോസ്ഗോൺ പ്രൊവിൻസ്. അതുപോലെ സിറക് എന്ന് പറഞ്ഞ ഐലൻഡിൻ്റെ അടുത്ത് ഗരക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഗരക് എന്ന് പറയുന്ന സ്ഥലത്തും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് നടത്തിയെന്നുള്ളത് ഒരു കോമൺ ആയിട്ട് അമേരിക്ക
ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ മിസൈൽ സ്റ്റോറേജ് ഗോഡൌൺസ്, IRGCയുടെ മിസൈൽ സ്റ്റോറേജ് ഗോഡൌൺസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഈ മേഖലകളിലൊക്കെ IRGCയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചിരുന്നത്. അതെല്ലാം തന്നെ ഡിഫൻസ്, ഇറാന്റെ ഡിഫൻസ് ഡിറ്ററൻസിന് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള സ്റ്റേഷൻസ് ആണ് എല്ലാം അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. എയർ സർവൈലൻസ്, റഡാർ സിസ്റ്റംസ്, ഇറാന്റെ മിലിറ്ററി ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അത് ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാന്റെ ഹോർമോസ് പ്രൊവിൻസിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, അതായത് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ കടന്നു വരുന്ന ഷിപ്പുകളെ ഇവിടെ നിന്നാണ് നിരീക്ഷണം നടത്തുന്നത്. അതിലുപരിയായിട്ട് ഒരുപാട് സർവൈലൻസ് സിസ്റ്റമാണ് ഈ മേഖലയിൽ ഇറാൻ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. ആ സർവൈലൻസ് സിസ്റ്റം മൊത്തത്തിൽ തകർക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇറാൻ ഷാഹിർ എന്ന് പറഞ്ഞ ഇറാൻ്റെ ഒരു സൗത്ത് മോസ്റ്റ് ഏരിയയിൽ ഹോർമസ്ഗോൺ പ്രൊവിൻസിൽ തന്നെയാണ്. ഇറാൻ ഷാഹിറിൽ നീണ്ട ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. വാഹനങ്ങൾ ഇപ്പോഴും ഫ്യൂവലിന് വേണ്ടിയിട്ട് നിരനിരയായിട്ട് കിടക്കുകയാണ്. അതാണ് നിലവിലെ സാഹചര്യം. ഇറാന്റെ MP അബ്ബാസ് പാപ്പിസാദെ, ഈ അബ്ബാസ് പാപ്പിസാദെ പറഞ്ഞിരിക്കുന്നത്, ഇയാൾ ഇറാന്റെ ബസിജി ഫോഴ്സ് ഉണ്ടല്ലോ, ഈ ബസിജി ഫോഴ്സിനെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്. ഈ ബസിജി ഫോഴ്സിന് ഇയാൾ ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഹോർമസ്ഗോൺ പ്രൊവിൻസിലേക്ക് കൂടുതൽ ബസിജി ടീമുകളെ വിന്യസിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അമേരിക്ക ഒരു ഗ്രൗണ്ട് ഫോഴ്സിനെയോ അല്ലെങ്കിൽ ഒരു മെറൈൻ ഗ്രൗണ്ട് ഫോഴ്സിനെയോ ബന്ദർ അബ്ബാസ് പോർട്ടിലേക്ക് ഇറക്കിവിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ്, ഒരു വിവരം കിട്ടിയതിനെ തുടർന്നാണ് പുള്ളിക്കാരൻ ഇങ്ങനത്തെ തീരുമാനം എടുത്തായിട്ടാണ് പറയുന്നത്. പക്ഷേ അമേരിക്ക ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറാനിലേക്ക് ഇപ്പോൾ ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കും തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. പക്ഷേ അമേരിക്കയാണ് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അവർക്ക് അങ്ങനെ ഒരു വിവരം കിട്ടിയ സ്ഥിതിക്ക് ഈ അബ്ബാസ് പാപ്പിസാദെ എന്ന് പറഞ്ഞ ഈ ഇറാന്റെ ലോ മേക്കർ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ, അതായത് കൂടുതൽ ബസിജി ഫോഴ്സിനെ ഈ മേഖലകളിൽ, പ്രത്യേകിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ആ റീജിയനിൽ ത്രൂ ഔട്ട് എക്സാക്ട്ലി ആ ഹോർമോസ്ഗോൺ പ്രൊവിൻസിലേക്ക് കൂടുതൽ ബസിജി ഫോഴ്സിനെ വിന്യസിക്കുകയാണ്. കുവൈറ്റ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാർഗ് ഐലൻഡിൽ നിന്നും എണ്ണ കയറ്റുമതി ചെയ്യുന്ന കപ്പലുകൾക്ക് നേരെ അമേരിക്ക ഇന്നലെ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇറാന്റെ ഉള്ളിലേക്കുള്ള ഒരു ഓയിൽ സപ്ലൈ നിലച്ചത്. പക്ഷേ നിലവിൽ ഓയിൽ ഷോർട്ടേജ് ഉണ്ട് ഇറാന്റെ ഉള്ളിൽ. അറബ് ചാനലിൽ, വളരെ ഫേമസ് ആയിട്ടുള്ള ചാനലാണ്, ഈ ചാനലിൽ ഒരു ഹമാസ് മുൻ ഫോർമർ മെമ്പർ അയാളൊരു റിഗ്രറ്റോട് കൂടിയുള്ള ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. ഇൻ്റർവ്യൂ വേറെ ഒന്നുമില്ല, ഞാൻ ഫുട്ടേജ് ഇവിടെ വെക്കാം, എന്നിട്ട് ഞാൻ അയാൾ പറയുന്നത് എന്താണെന്നുള്ളത് പറയാം. അതായത് October 7, 2023 ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഹമാസ് എടുത്ത തീരുമാനം, അതിനെ പിന്തുണച്ചിരുന്ന മറ്റു പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്നാലും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ. ഗാസ പൂർണ്ണമായിട്ടും ഇല്ലാതാകും എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ ചിന്ത പോലും അവർക്കില്ലായിരുന്നു. തീരുമാനമെടുത്ത് ആക്രമണം നടത്താൻ പോയ ആൾക്കാർക്ക് ഇല്ലായിരുന്നു. അവരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല, ഗാസയും ഇന്ന് നിലനിൽക്കുന്നില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ആ ഒരു ആക്രമണം ഒരുപക്ഷെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു ആ ഡിസിഷൻ. ഗാസയെ തന്നെ തകർക്കുന്ന തരത്തിലുള്ളൊരു തീരുമാനമായിരിക്കും ഹമാസ് ഇസ്രായേലിൻ്റെ മേളിൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ എന്നുള്ളൊരു തിരിച്ചറിവ് ഹമാസിലുള്ള പലർക്കും ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ മനഃപൂർവ്വം ഈ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. അത്രമാത്രം അവർക്ക് ദീൻ ഭയങ്കര വലുതായിരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പം ഗാസ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു റിഗ്രറ്റോട് കൂടിയുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പറയാനുള്ളത് ഇപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ല. മറ്റുള്ളവൻ്റെ നെഞ്ചത്ത് കയറി പൊങ്കാലയിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള തിരിച്ചടികളൊക്കെ കിട്ടുമെന്നുള്ളത് ഒരു പാഠമായി നിലനിൽക്കണം. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കൂ. ഇനി നമ്മൾ റഷ്യ യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, റഷ്യ ഇന്നലെ 51 മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് കീവ് ആൻഡ് ഒഡേഷ ഈ രണ്ട് നഗരങ്ങളിലേക്കും താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ള ആക്രമണം. 38 ഇസ്കന്ദർ മിസൈൽസ്, 5 മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ, 6 സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈൽസ്, 4 KH-56 and 59 കാറ്റഗറിയിൽപ്പെട്ട മിസൈലുകൾ, അത് ക്രൂയിസ് മിസൈലാണ്, 2 P-800 ഓണിക്സ് മിസൈൽസ്, 1 KH-31P ആൻറ്റി റഡാർ മിസൈൽ, ഇത്രയും ഉപയോഗിച്ചുകൊണ്ട് ധാർമാറായിട്ടുള്ള ആക്രമണം. കീവ് നഗരത്തിനുള്ളിൽ 40 സ്ഥലങ്ങളിലാണ് ബ്ലാസ്റ്റ് ഉണ്ടായത്. 40 സ്ഥലങ്ങളിൽ കീവ് നഗരത്തിൽ. ഒഡേഷയിലാണെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട. കീവിൽ ഒരു ലാർജസ്റ്റ് മിസൈൽ ബാരേജ് അറ്റാക്കാണ് റഷ്യ നടത്തിയത്. സെലൻസ്കിയുടെ പേജിൽ ഇതെടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. വീഡിയോ സഹിതം സെലൻസ്കി പങ്കുവച്ചിട്ടുണ്ട്. സെലൻസ്കി ഒരു ആക്രമണത്തിനെ ശക്തമായ രീതിയിൽ അപലപിക്കുന്നുണ്ട്, തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ട്. കീവ് സെൻട്രൽ ഡിഫൻസ് ബ്യൂറോ ആ ഓഫീസ് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. മെറിഡിയൻ റേഡിയോ പ്ലാന്റ്, ഈ മെറിഡിയൻ റേഡിയോ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ ആകാശവാണി റേഡിയോ പോലത്തെ റേഡിയോ അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മളെ വയർലെസ്, അതേപോലെ ടെലിഫോൺ എക്സ്ചേഞ്ച് പോലത്തെ ഈ ആർമി
ആർമി ഉദ്യോഗസ്ഥർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു സെൻട്രൽ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റാണിത്. ആ യൂണിറ്റ് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ്, ഈ പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡ്രോണുകൾക്ക് വേണ്ടിയിട്ടുള്ള FPV ഡ്രോണിൻ്റെ പാർട്ടുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് സ്പെയർ പാർട്സുകൾ മാനുഫാക്ചറിങ് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് ഈ പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് യൂണിറ്റ്. അത് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. കീഫ് കിംബെലൻകോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്ലാസ്റ്റിക് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് റഷ്യയുടെ ആക്രമണം ചെന്നെത്തിയിരിക്കുന്നത്. അതുപോലെ ആർറ്റം ഡിഫൻസ് പ്ലാന്റ്, വലിയൊരു ഡിഫൻസ് പ്ലാന്റ് തന്നെയാണ് അറ്റാക്ക് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. ആ ഡിഫൻസ് പ്ലാന്റിൻ്റെ ലോജിസ്റ്റിക് കേന്ദ്രങ്ങളും തകർത്തിട്ടുണ്ട്. യൂഷ്നി പോർട്ട്, ക്രോണോമോസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന യൂഷ്നി പോർട്ടാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ഒഡേഷ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന യൂഷ്നി പോർട്ടിലാണ് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഒഡേഷ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് മാത്രമേ ഉക്രൈൻ ഇപ്പോൾ പോർട്ടുള്ളൂ, അല്ലാതെ ഒരു സീ പോർട്ട് ഇല്ല. അവിടെ ശക്തമായ രീതിയിൽ റഷ്യ അറ്റാക്ക് നടത്തി ആ സ്ഥലം കൂടി പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉക്രൈൻ ഒരു ലാൻഡ് ലോക്ക്ഡ് സ്റ്റേറ്റ് ആയിട്ട് മാറും. അങ്ങനെ ഓവറോൾ 40 എക്സ്പ്ലോഷനാണ് ഉക്രൈനിൽ കീവ് നഗരത്തിൽ മാത്രം റഷ്യ നടത്തിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ റഷ്യയുടെ ഒരു വൈൽഡ് ബെറീസ് എന്ന് പറഞ്ഞ കൊമേഴ്ഷ്യൽ ഇ-കൊമേഴ്സ് കമ്പനിയിൽ ഉക്രൈൻ ഇന്നലെ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണം എന്നുള്ള നിലയിലാണ് ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള അറ്റാക്ക് റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അടുത്ത ലെവലിലേക്ക് പോയിരിക്കുകയാണ്. 8ാം ദിവസത്തെ ആക്രമണമാണ് അമേരിക്ക വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇറാൻ ഇന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക്, അതായത് ഇന്ന രാജ്യം എന്നില്ല, എല്ലാ രാജ്യങ്ങളിലേക്കും ഞങ്ങൾ അറ്റാക്ക് നടത്തുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്ന് ശക്തമായ രീതിയിൽ അവർ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്രമണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേ സമയത്ത് അമേരിക്ക നിർത്തിയിട്ടില്ല, വീണ്ടും ആക്രമണങ്ങൾ തുടരും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. അമേരിക്ക ആക്രമണം നടത്തിയ കൃത്യമായിട്ടുള്ള സ്പോട്ടുകളുടെ വീഡിയോ ഫൂട്ടേജസ് വരുമ്പോഴത്തേക്കും ഞാൻ സൈഡിൽ വെച്ച് പോവാം. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.